കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ സാധ്യത വി ഡി സതീശനിലേക്ക് നീളുന്നതായി സൂചന. സ്വയം പിൻവാങ്ങാൻ കെ സി വേണുഗോപാലിന് മേൽ സമ്മർദ്ദവുമായി ഹൈക്കമാൻഡ്. ശരത്ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്ലാൽ, വളരെ പ്രധാനപ്പെട്ട നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ജനവികാരം വി ഡി സതീശൻ അനുകൂലമാണ് എന്ന തിരിച്ചറിവാണോ ഹൈക്കമാൻഡിനെ കൊണ്ട് ഈ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അച്ഛൻ ഇന്ന് രാവിലെ 10 മണിയോട് തന്നെ നിരീക്ഷകർ യോഗം ചേർന്നിരുന്നു. അവർ ദീപാദാസ് മുൻഷിയുമായി സംസാരിച്ചു. രാഹുൽ ഗാന്ധി ഇന്ന് 2 മണിക്ക് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയായിട്ട് അവർ സംസാരിച്ചില്ല. ഇപ്പോൾ 11:30 മണിയോടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ എത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലുള്ളത്. കാരണം കേരളത്തിൽ വി ഡി സതീശന് അനുകൂലമായ ജനവികാരം ഉണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ MLA-മാർ പൂർണ്ണ രൂപത്തിൽ കെ സി വേണുഗോപാലിനോടൊപ്പമാണ്. ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഇത് അവർ അനൌദ്യോഗികമായി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ സ്വയം ഇക്കാര്യത്തിൽ പിൻവാങ്ങണം എന്നുള്ളൊരു സമ്മർദ്ദമാണ് ഹൈക്കമാൻഡിലെ മറ്റു പല സീനിയർ നേതാക്കൾക്കുമുള്ളത്. ഇത് തന്നെയുള്ള ഇത്തരത്തിലുള്ള ഒരു മുതിർന്ന നേതാവ് AK ആന്റണി, അതുപോലെ സുധീറിനടക്കം ഇത്തരം ഒരു നിലപാട് ഇദ്ദേഹത്തെ നിരീക്ഷകരെ അറിയിച്ചു എന്നും നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. AK ആന്റണി വി ഡി സതീശന് അനുകൂലമായി നിന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും വി ഡി സതീശനുള്ള കൂടുതലായിട്ട് ഇന്നലെ വരെയുള്ള വി ഡി സതീശനല്ല, അല്ലെങ്കിൽ ഇന്ന് ഡൽഹിയിലുള്ള വി ഡി സതീശൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹൈക്കമാൻഡിൽ തന്നെ വി ഡി സതീശന് അനുകൂലമായ നീക്കങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. കെ സി വേണുഗോപാലിനോട് തന്റെ കടുംപിടുത്തത്തിൽ നയണം, അല്ലെങ്കിൽ സ്വയം കെ സി വേണുഗോപാൽ ഇക്കാര്യങ്ങളിൽ ചിന്തിക്കണം, സ്വയം ഒരു തീരുമാനമെടുക്കണം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് മേൽ പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് കെ സി വേണുഗോപാൽ വഴങ്ങുകയാണെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കേരളത്തിലെ പ്രഖ്യാപനം